ആവോ ഇന്ന് 5-6 മീൻ കിട്ടി. എടി ഇതിനകത്ത് 5-6 മീനെടുത്താ തെക്കേക്കാർക്ക് കൊടുത്തേടി. എന്തു അടി മിണ്ടാതെ കുത്തിയിരിക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? എടി ഇതിനകത്ത് 5-6 മീനെടുത്താ തെക്കേക്കാർക്ക് കൊടുക്കാൻ. ഓ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തവരുടെ മീനൊന്നും വേണ്ട. ദൈവം സഹായിച്ചേ ഒരു വള്ളവും വലയും ഒക്കെ മേടിക്കാൻ ആരുടെയും പുറകെ വിട്ടു പോവുകയും വേണ്ട. എന്റെ പാറു, ഞാൻ എന്റെ മോന്റെ കാര്യം ഓർത്തോണ്ടിരുന്ന് പോയതാ. നിങ്ങൾക്ക് ഇത്തിരി മീൻ തരാതിരിക്കാനുള്ള വകതിരിവുകളൊന്നും ഞങ്ങൾക്കില്ല. അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. അവള് പറയുന്നത് കേട്ടില്ലയോ? വകതിരിവ് വേണമെന്ന്. എന്തിനാ അമ്മ രാവിലെ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? അമ്മയ്ക്ക് കിറുക്കുണ്ടോ? നീ പറയായിരുന്നു എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഇതാണോ പുഷ്കരന്റെ വീട്? അവർക്കൊന്ന് തിരക്ക്. പുഷ്കരന്റെ വീട് ആ കാണുന്ന. ഇത് തന്നെ. എന്തോ വേണം? ഞങ്ങൾ 100 വട്ടം പുഷ്കരനോട് പറഞ്ഞതാ കാട്ടിലോട്ട് കയറി ഈ പടവെടുപ്പ് വേണ്ട വേണ്ട എന്ന്. എന്റെ മോൻ എന്ത് പറ്റി? കാര്യം എന്താന്ന് പറ. പുലി പ്രസവിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ കാട്ടിലേക്ക് പോയതാ. അപ്പോഴേ കാട്ടുമക്കൾ പറഞ്ഞതാ പോകരുതേ പോകരുതേ. എന്റെ മോൻ എന്ത് പറ്റിയെന്ന് പറ. 3-4 ദിവസമായി പുഷ്കരൻ കാട്ടിൽ കയറി. ഇന്നലെ വരെ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരുന്നു. പക്ഷെ ഇപ്പോ കാട്ടുമക്കൾ പറയുന്നു പുഷ്കരനെ പുലി പിടിച്ചത്. പുഷ്കരൻ മരിച്ചു എന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് പുഷ്കരൻ മരിച്ചിട്ടില്ല. പുലി പ്രസവിക്കുന്ന ഷോട്ട്സ് എടുക്കാൻ വേണ്ടി പുഷ്കരൻ പാച്ചനോടൊപ്പം കാട്ടിലുണ്ടായിരുന്നു. നീ അവനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ്? കൂടെ പോയ പാച്ചനും മരിച്ചോ? അവനും മരിക്കാനാണ് സാധ്യത. കാരണം പുലിയുടെ പ്രസവം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പുഷ്കരന്റെ മരത്തിലേക്ക് മറ്റൊരു പുലി കയറി ചെല്ലുന്നതും പുഷ്കരന്റെ മേൽ ചാടി വീഴുന്നതും ഞാൻ കണ്ടതാണ്. അയ്യോ എന്റെ മോനെ. എങ്ങനെയോ എന്റെ കയ്യിലുള്ള ക്യാമറ ഓണായി പോയി. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. നീ വല്ലതും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്ക. ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്തിന്? വരാനുള്ളത് വഴി തങ്ങുമോ? കഷ്ടമാ പുഷ്കരൻ പച്ച ജീവനോടെ എന്റെ മുമ്പ് നിൽക്കുന്നെന്ന് എനിക്ക് തോന്നുന്നു. കഷ്ടം. ഒരു മനുഷ്യനെ പുലി പിടിക്കുന്നത് ഫിലിം ചെയ്യുന്നതിനേക്കാൾ എത്ര വേഗം നിനക്ക് ആ പുലിയെ വെടിവെച്ച് കൊല്ലാമായിരുന്നടാ. എനിക്ക് എന്ത് ചെയ്യണമെന്നോ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു ബോധം ഉണ്ടായിരുന്നില്ല. മുതലാളി, ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് അവൻ ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ മുതലാളി. കൊച്ചു മുതലാളി അവനെ വിളിച്ചുകൊണ്ടുപോയ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കണ്ണ് തോർന്നിട്ടില്ല മുതലാളി. കല്യാണത്തിനുള്ള കോടി വരെ ഒരുക്കി വെച്ചിരിക്കുവായിരുന്നു മോനാണ്. കരയാതെ ഒന്തി കരയാതെ. എടാ, ഈ മനുഷ്യന്റെ കാര്യത്തെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. ഞാൻ ആ പഴയ കാര്യങ്ങൾ ഓർത്തു പോവുകയാണ്. നീയും ഞാനും ഇവനും കൂടി പണ്ട് ചീന വല വലിച്ച് നടന്ന ആ കാലം. എവിടെ എന്തോ ഞാൻ എന്റെ മോളെ ഈ വയറുകളിൽ നിന്ന് പണിക്കുന്നു അയക്കത്തില്ല. അവളെ പഠിപ്പിച്ചേ ഞാൻ വക്കീലാക്കി. അപ്പോഴേ നിങ്ങളുടെ മക്കള് വല്ല വക്കീലോ അപ്പാത്തിക്കരിയോ ആകുമ്പോ എന്റെ മോന് ഒരു കമ്പൗണ്ടർ വേലയോ ഒരു ഗോമർത്തന്റെ ജോലിയോ കൊടുക്കണേ. നോക്കാം. അല്ല, ഒരു വലിക്ക് എനിക്കും താടാ. ഓ മുഴുവനും പഠിച്ചു. മുഴുവൻ വലിച്ചു തീർക്കല്ലേ? അവനും കൂടെ കെട്ടുകാർ വരെ വലിച്ചു തീർക്കല്ലേ? ഇറ്റ്സ് ആൻ അഡ്വഞ്ചർ സ്റ്റോറേജ്. നല്ലൊരു ഡോക്യുമെന്ററി. താങ്ക് യു സർ. നിങ്ങളുടെ ഈ അഭിനന്ദനങ്ങൾ എന്നെ കോരിത്തരിപ്പിക്കുന്നുണ്ടെങ്കിലും
എന്റെ മനസ്സ് ചുട്ടുപൊള്ളുകയാണ്. ഒരു മനുഷ്യ ജീവിതം എന്റെ കൺമുമ്പിൽ വെച്ച് പൊലിഞ്ഞു തീരുന്നത് കണ്ടുകൊണ്ട് സാരമില്ല മിസ്റ്റർ ചന്ദ്രൻ. കോടാനുകൂടി ജനങ്ങൾ ജനിക്കുന്നു, മരിക്കുന്നു. മിസ്റ്റർ ചന്ദ്രൻ, എഗ്രിമെന്റ് പ്രകാരമുള്ള ചെക്ക്. സർ, ഗുഡ് ലക്ക്. താങ്ക് യു. ഇനി പെണ്ണുങ്ങളെ ഇങ്ങോട്ട് പാടി അവിടെ ഒരു യാത്ര എടാ പപ്പു, എന്നാലും എന്റെ പപ്പു ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോവാതിരിക്കത്തെ കൊണ്ട് ഞാൻ എന്ത് അപരാധം ചെയ്തടാ നിനക്ക്? നിങ്ങൾ വലുതാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളടാ. ഒരു കാര്യം നീ മറക്കരുത് പപ്പു, ആ കമ്പവല വലിച്ചു പൊക്കുന്ന കയറയില് എന്റെയും നിന്റെയും കൈവെള്ളയിലെ തൊലി ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടടാ. ഇടാ കോന്തി, നീ എന്തിനാടാ കരയുന്നേ? നിനക്ക് തോന്നുമ്പോ അങ്ങോട്ട് വരരുതോ? അത് തന്നെ. എടി മാണിക്കേ, നീ വന്ന് ഞങ്ങളവിടെ 5 ദിവസം താമസിക്കേ. വേണ്ട, ഈ കായലി മീനുള്ളിടത്തോളം കാലം ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളാം. വന്നാട്ടെ. അല്ലേ അവള് വീണ്ടും പഴമ്പുഴാണോ പറഞ്ഞോണ്ട് അങ്ങ് നിക്ക. എന്നോട് പാടി. എടി ഒന്നിങ്ങോട്ട് വരാനെ. അയ്യപ്പ, ഇത് കണ്ടോടാ? കണ്ടോ? അല്ലേ, ഇത് കൊച്ചു മുതലാളിയുടെ പടമാണല്ലോ. ആ, എന്റെ മോന്റെ പടം. എന്തൊക്കെയാ മുതലാളി ഇതിലെ ഇംഗ്ലീഷിൽ അടിച്ചു വെച്ചിരിക്കുന്നത്? മിസ്റ്റർ പ്രതാപൻ, സൺ ഓഫ് ഫിഷ് കിങ് റാണ. അതിന്റെ മലയാളം എന്താ മുതലാളി? മത്സ്യരാജാവായ റാണയുടെ പുത്രൻ മിസ്റ്റർ പ്രതാപൻ. അവൻ ക്യാമറയിൽ കൂടി ധീരതയും അത്ഭുതവും കാണിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുന്നു. അച്ഛന്റെ മകൻ തന്നെ. ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ലോകം അവനെ അറിഞ്ഞെന്ന് വന്നേക്കും. അറിയും. അവൻ എന്റെ മകനല്ലേ? സംശയമുണ്ടോ? നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇതൊക്കെ ശരിയാണെങ്കിലും എനിക്കൊരു വലിയ സങ്കടമുള്ളത്. അതെന്താ മുതലാളി? അവൻ ആ പീക്കിറി പൊടിനെ തന്നെ കല്യാണം ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുന്നതിനാണ്. അതൊരു സ്റ്റൈലാണ് മുതലാളി. റാണ ഫിഷിങ്ങിന്റെ മകൻ പ്രതാപചന്ദ്രൻ, ലോകപ്രസിദ്ധൻ, പാവപ്പെട്ടവളായ ഏഴയായ ഒരു ഗ്രാമീണ കുശലത്തെ, കുശലമല്ല കുശവ, കുസുമം, കുശലം, അതും ഒരു സ്റ്റൈലാണ് മുതലാളി. ധനം മോഹിക്കാതെ വിവാഹം കഴിക്കാൻ പോകുന്നു. ആ, നാളത്തെ അമേരിക്കൻ പത്രത്തിലെ ടെലിവിഷനുകളിൽ കൊച്ചു മുതലാളിയുടെ ഫോട്ടോകൾ കാണാവുന്നതായിരിക്കുന്നത്. ഇവന് ഒട്ടാണ് മുതലാളി, അതും ഒരു സ്റ്റൈലാണ് മുതലാളി. ഗുഡ് മോർണിംഗ് ഡാഡി. മോനെ വാ വാ ഇരിക്ക. എന്തായി? സക്സസ്. റഷ്യസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ, നീ പപ്പുവിനോടും കോന്തിയോടും ചെന്ന് പറ, ഈ പുഷ്കരനെ പുലി പിടിച്ചില്ലേ, അത് എന്റെ മോൻ സിനിമയിലാക്കി ആ പടമെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരം 4 മണിക്ക് കൃത്യസമയത്തിന് ഇവിടെ വന്നാൽ എല്ലാവർക്കും ഇത് കാണാമെന്ന് പറ. വേഗം പോടാ.